എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ മോൾക്കിപ്പോൾ മോഡൽ എക്സാം തുടങ്ങി. ഉച്ചയ്ക്കാണ് 12:30 പോകേണ്ടത്. അപ്പോൾ ഉച്ചത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ മോള് പോവുക. അപ്പോൾ ഇത് ഞാൻ രാവിലത്തെയാണ് കാണിക്കുന്നത്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് റേഷൻ അരി കൊണ്ടുള്ള ഉപ്മാവാണ് കേട്ടോ. അതുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മോള് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പഠിക്കാൻ ഇരിക്കുക ചെയ്യുക. അപ്പോൾ ഞാൻ പഠിക്കാതിരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഉപ്മാവിലേക്ക് വേണ്ട കുറച്ച് കറിവേപ്പില പൊട്ടിച്ചു വാന്ന് പറഞ്ഞിട്ട് അവൾ അത് പൊട്ടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ റേഷൻ അരി കൊണ്ട് ഉപ്മാവ് കുക്കറിലാണ് വയ്ക്കുക. കുക്കറിൽ വെച്ചാൽ ഒരു 4 ഫിസിലൊക്കെ എൻ്റെ കുക്കറിൽ ഞാൻ അടുപ്പിക്കാറുണ്ട് കേട്ടോ. വേഗം ആവില്ല, പെട്ടെന്നായി കിട്ടും. ചീനച്ചട്ടിയിലാവുമ്പോൾ താമസമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. റേഷൻ്റെ അരി കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കും. ഈ ചെറിയ ഉള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ടൊരു കരിഞ്ഞ കളർ പോലെ ആയി വന്നതിൻ്റെ ശേഷം ഈ അരിക്ക് കഴുകിയിട്ട് ഇടുക കേട്ടോ ചെയ്യാറ്. അങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഈ അരിയുടെ കളർ തന്നെ മാറിയിട്ട് ഒരു ചെറിയൊരു ചുവപ്പ് കളർ പോലെ ഉണ്ടായിട്ടോ. ഉള്ളിയുടെ ആ കരിഞ്ഞത് പോലെയുള്ള അതൊക്കെ അരിയിലേക്ക് പിടിച്ചിട്ടേ അപ്പോൾ ഒരു ചുവപ്പ് കളർ പോലെ ഉണ്ടാവുക. ഇവിടെ വെറും ഈ വെള്ള കളറുള്ള ഉപ്മാവ് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം ഉള്ളി ഇതേപോലെ തന്നെ കരിഞ്ഞില്ല എന്നുള്ള ഈ മട്ടിലാവുമ്പോൾ അരി അങ്ങോട്ട് ഇടുക ചെയ്യുക. അപ്പോൾ നല്ല ഒരു കളറായിട്ടാണ് മാറും ഉപ്മാവ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഈ ചായ കുടിക്കുന്ന കപ്പിന് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചത് കേട്ടോ. വെള്ളം ഒഴിക്കണത് എടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുക. എന്നും രാവിലെ ചായക്ക് എന്താ ഉണ്ടാക്കുക എന്ന് ഭയങ്കര ടെൻഷനുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എന്നും ഇങ്ങനെ അരി അരച്ച് ഇഡ്ഡലിയും ദോശയും മാത്രം ഉണ്ടാക്കല്ല. ചില ദിവസം ഉപ്മാവ് ഉണ്ടാക്കും. ഉപ്മാവ് ഈ റേഷൻ അരി കൊണ്ട് കുക്കറിൽ വിസിലടുപ്പിച്ചിട്ടാണ് ഉണ്ടാക്കുക ചെയ്യുക. പിന്നെ മോൾക്ക് പപ്പടം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പപ്പടം കാച്ചുകയാണ്. അപ്പോൾ ഇതേ കളറാണ് കേട്ടോ ഉപ്മാവ് ഉണ്ടാവുക. ഈ ഉപ്മാവ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉപ്മാവ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ മുട്ട പുഴുങ്ങി വെച്ചിരുന്നു. അപ്പോൾ മോള് മുട്ടയുടെ തോടൊക്കെ കളയുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റേഷൻ അരി കൊണ്ടുള്ള ഉപ്മാവും മുട്ട പുഴുങ്ങിയതും പപ്പടവും ചായയാണ് കേട്ടോ. അത് കഴിഞ്ഞ് മോളിപ്പോൾ പഠിക്കുന്നിടത്ത് നിന്ന് ഭക്ഷണം ആയി എന്ന് പറഞ്ഞപ്പോൾ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ചൂടോടെ കഴിക്കണതാണ് നല്ല ടേസ്റ്റ്. തണുത്താൽ പിന്നെ കഴിക്കാൻ അത്ര കൊള്ളില്ല കേട്ടോ. അപ്പോൾ ഇത് ചൂടോടെ ഞങ്ങൾ കുക്കർ ഫിസിൽ പോയി അപ്പം തന്നെ എടുത്ത് കഴിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നിങ്ങൾക്ക് ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ മോൾക്ക് ഉച്ചയ്ക്ക് വേഗം നേരത്തെ പോകണ കാരണം കൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ അരിയൊക്കെ കഴുകി പുറത്തിപ്പോൾ കത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറുവ അരിയാണ്, അതിൽ കഴുകിയിട്ടാലാണ് ഉച്ചയ്ക്ക് പോകുമ്പോഴേക്കേ ആവുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഞാൻ വൈകുന്നേരം ഞാനും അമ്മയും കൂടി ചൂല് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇതിൽ ക്ലിപ്പ് ഇട്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ മോർണിംഗ് കാഴ്ചകൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാണുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ